ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ഡ്രൈവ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സുസുക്കിയുടെ ആക്സസ് ആണ്. ആക്സസ് 125 റൈഡ് കണക്ട് എഡിഷൻ ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് റിവ്യൂയിലേക്ക് എന്തായാലും പോവാം. നമുക്ക് റൈഡ് കണക്ട് എഡിഷൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പ് എൻഡ് ആണ്. അതുപോലെ തന്നെ നമുക്കതിൽ ഫുള്ളി ബ്ലൂടൂത്ത് എനേബിൾ ഡിജിറ്റൽ കൺസോളാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സുസുക്കി റൈഡ് കണക്ട് ആപ്പ് വെച്ച് നമ്മുടെ ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ എല്ലാം നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററൊക്കെ അറിയാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് ഡിസൈൻ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ടോൺ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മെറ്റാലിക് ഒരു റെഡ് വിത്ത് ഒരു വൈറ്റ് കോമ്പിനേഷനാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹെഡ് ലാമ്പ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി LED ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വിസിബിലിറ്റി കിട്ടുന്ന, എസ്പെഷ്യൽ നൈറ്റിൽ വിസിബിലിറ്റി കിട്ടുന്ന LED ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബോർഡർ കൂടെ ഒരു ക്രോമിയം ഫിനിഷിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി പ്രീമിയം ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു E20 കംപ്ലൈൻ്റ് ആയ വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് കാർബൺ റിഡക്ഷൻ കുറവാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ലോവർ കാർബൺ എമിഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സിന് ലോവറിൽ രണ്ട് സൈഡ്സിലും LED പൊസിഷൻ ലാമ്പ്സ് കൊടുത്തിരിക്കുന്നു. കുറച്ചും കൂടി പൂവർ വെതർ കണ്ടീഷൻസിൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ രണ്ട് സൈഡ്സ് വരുന്ന ബോഡി മെറ്റൽ ബോഡിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ക്രാഷ് ഗാർഡ് നമ്മൾ എക്സ്ട്രാ ചെയ്ത ക്രാഷ് ഗാർഡാണ്. ഇത് നോർമലി വണ്ടിയോട് വരില്ല, ആക്സസറി വരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് മഡ് ഗാർഡ് നോക്കുമ്പോൾ അതും മെറ്റലാണ്. ബാക്കി സൈഡ് വശമൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഫൈബറാണ് വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫൈബറാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ടെലസ്കോപ്പിക് ഫോർ സസ്പെൻഷൻ വന്നിട്ടുണ്ട്. ടയേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് വന്നിട്ടുണ്ട്. ഒരു സിൽവർ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. 90/90 ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 12 ഇഞ്ച് ടയേഴ്സും, റിയറിൽ വന്നിരിക്കുന്നത് 90/100 10 ഇഞ്ച് ടയേഴ്സുമാണ് ഫ്രണ്ടിൽ. പിന്നെ ബാക്ക് ബ്രേക്കൊക്കെ നോക്കുമ്പോൾ തന്നെ ഡ്രം ബ്രേക്ക് കാരണമാണ് വന്നിട്ടുള്ളത്. നമുക്ക് സീറ്റ് ഹൈറ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 773 mm ആണ്. പിന്നെ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 103 കിലോഗ്രാമാണ്. അലോയ് വിത്ത് ഡിസ്ക് ഈ ഓപ്ഷനിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രം വേരിയന്റിൽ വരുന്നത് 104 കിലോഗ്രാമാണ്. പിന്നെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ വന്നിട്ടുള്ളത് 5 ലിറ്റേഴ്സ് ആണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. സൈഡ് വാച്ചൊക്കെ നോക്കുമ്പോൾ തന്നെ ആക്സസ് എന്ന ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ റൈറ്റ് കണക്ട് എഡിഷൻ എന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ അത്യാവശ്യം നല്ല ആപ്റ്റ രീതിയിലുള്ള എക്സോസ്റ്റ് വിത്ത് ഒരു സ്റ്റീൽ കോട്ടിങ് സ്റ്റീൽ പ്ലേറ്റ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലോർ ബോർഡൊക്കെ നോക്കുമ്പോൾ തന്നെ ലോങ് ആയിട്ടുള്ള ഫ്ലോർ ബോർഡാണ്. നമുക്ക് റൈഡിങ് പൊസിഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ലെഗ്സൊക്കെ ഈസിലി ആയിട്ട് വേറെ ഡിസ്കംഫർട്ടൊന്നും തോന്നുന്നില്ല. സീറ്റ്സിൻ്റെ അടിയിൽ ഒരു ഹുക്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഹുക്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ എഞ്ചിനൊക്കെ നോക്കുമ്പോൾ തന്നെ എഞ്ചിൻ ടൈപ്പ് വന്നിട്ടുള്ളത് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ കിക്ക് ആൻഡ് ഇലക്ട്രിക് സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ട്രാൻസ്മിഷൻ ടൈപ്പ് വന്നിട്ടുള്ളത് CVT വന്നിട്ടുള്ളത്. എഞ്ചിൻ ഔട്ട്പുട്ട് വരുന്നത് 8.7 PS at 6750 RPM. ടോർക്ക് വന്നിട്ടുള്ളത് 10 Nm at 5500 RPM ആണ് ഇതിന് ടോർക്ക് കാരണം എല്ലാം വരുന്നത്. നമുക്ക് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 21.8 ലിറ്റേഴ്സ് അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു പ്രീമിയം കളറുള്ള ഒരു സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് USB ചാർജിങ് സോക്കറ്റ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. അവിടെ ഹുക്സ് കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ഫ്രണ്ട് റാക്കിൽ ചെറിയൊരു സ്റ്റോറേജ് എല്ലാം വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് സ്റ്റോറേജ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കിൽ സ്വിച്ച് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഡ്യുവൽ പർപ്പസിലാണ്. നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് വിത്ത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സ്വിച്ച് വിത്ത് സുസുക്കി ഈസി സ്റ്റാർട്ട് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് അതിൽ തന്നെയാണ് സ്റ്റാർട്ടിങ് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുള്ളത്. മിറേഴ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നല്ല പ്രീമിയം മോഡൽ മിറേഴ്സ് ആണ്. കുറച്ചുകൂടി ക്രോം ഫിനിഷോട് കൂടിയ മിറേഴ്സ് കാണാനെല്ലാമാണ് കൊടുത്തിട്ടുള്ളത്. റിയർ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ഗ്രാബ് റെയിലും അതുപോലെ തന്നെ ഫ്യൂവലയുടെ എക്സ്റ്റേണൽ വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു ക്രോമിംഗ് ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടെയിൽ ലാമ്പ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഹാലജൻ ടെയിൽ ലാമ്പ്സ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ടെയിൽ ലാമ്പ്സിന്റെ ബോർഡർ കൂടിയും ഒരു ക്രോമിയം ടച്ച്, മൊത്തത്തിൽ ഒരു പ്രീമിയം ടച്ച് ആണ് ഫുള്ളി ഈ വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മീറ്റർ കൺസോളൊക്കെ നോക്കുമ്പോൾ തന്നെ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. നോർമലി ടൈം, നമുക്ക് കിലോമീറ്റേഴ്സ്, ഓഡോമീറ്റേഴ്സ്, ട്രിപ്പ് മീറ്റേഴ്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് റൈഡ് കണക്ട് ആപ്പ് വെച്ച് ഇത് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എക്കോ ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ബെറ്റർ മൈലേജ് കിട്ടുന്ന ആകുമ്പോഴുള്ള ഒരു എക്കോ മോഡ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിസ് കോൾ അലേർട്ട്, കോളർ ID എല്ലാം അറിയാൻ പറ്റും. പിന്നെ സ്പീഡ്, XTD ലിമിറ്റ്,
സ്പീഡ് എക്സിഡിങ് അലേർട്ട് അറിയാൻ പറ്റും, കോൾ, SMS ആൻഡ് വാട്സപ്പ് അലേർട്ട്സ് അറിയാൻ പറ്റും. നമുക്ക് അതായത് അതൊരു ബ്ലിങ്കിന് ഡിസ്പ്ലേയിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഇങ്ങനെ ബ്ലിങ്കിങ് LED ഇങ്ങനെ ബ്ലിങ്കിങ് കളിക്കും. അതുപോലെ നമുക്ക് ഫോൺ ബാറ്ററി ലെവൽസ് ഒക്കെ അറിയാൻ പറ്റും, ടേൺ ബൈ ടേൺ നാവിഗേഷൻസ് എല്ലാം അറിയാൻ പറ്റും. പിന്നെ നമുക്ക് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽസ് അങ്ങനത്തെ ഡിസ്പ്ലേ കാണുന്നതെല്ലാം അറിയാൻ പറ്റും. നമ്മുടെ ആക്സസിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് 1,19,900 റുപ്പീസാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റോയൽ മോട്ടോഴ്സ് വാഴക്കോടാണ്. വാഴക്കോട് ഭാഗത്തുള്ള റോയൽ മോട്ടോഴ്സാണ് നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.